അനുപമേ, ഹണി റോസും ബോച്ചയുമായിട്ടുള്ള വിഷയം സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം ചർച്ചകൾ നടക്കുന്നത് ഇതിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇതിൽ രണ്ട് ഭാഗം പറയുന്നവരുണ്ട്. ഹണി റോസിനൊപ്പം നിൽക്കുന്നവരുമുണ്ട്. ഹണി റോസിനൊപ്പം നിന്നുകൊണ്ട് തന്നെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഹണി റോസ് ആളുകളെ പ്രേരിപ്പിക്കുകയാണ്, അത്തരത്തിൽ പറയുന്ന ആളുകളുമുണ്ട്. നമ്മള് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആക്ട്രസിന്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ കൃത്യമായി പറയുന്നത് ഹണി റോസ് ആണുങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗിക്കുകയാണ്. അവരുടെ വൾഗറായ വീഡിയോസ് വരെ അവർ റീപോസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഹണി റോസ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരാളുടെ ശരീരം അത് ഏത് തരത്തിൽ പോർട്രേ ചെയ്യണം, അല്ലെങ്കിൽ എത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ? അത് അവര് തന്നെ, ഹണി റോസ് തന്നെ പറയുന്നുണ്ട്, തന്നെ ഒരുപാട് പേർ തന്നെ വൾഗർലി കളിയാക്കാറുണ്ട്. അതോടെ അതിനൊക്കെ താൻ പുച്ഛത്തോടെയാണ് തള്ളിക്കളയാറുള്ളത്. പക്ഷെ ഇത് തന്റെ കുടുംബത്തെ വരെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ പ്രതികരിച്ചത് എന്ന് ഹണി റോസ് കൃത്യമായി പറഞ്ഞു വെക്കുന്നില്ലേ? അവര് എന്താ പറയാ, അവരുടെ വസ്ത്രധാരണത്തെ ഞാൻ ഒരിക്കലും കുറ്റം പറയാനോ, അല്ലെങ്കിൽ ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ അത് തീർത്തും അവരുടെ മാത്രം സ്വാതന്ത്ര്യവും അവരുടെ മാത്രം താല്പര്യവും സൗകര്യവുമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആർക്കും പോയിട്ട് നിങ്ങൾ ഈ വസ്ത്രം ധരിക്കരുത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനുള്ളൊരു സ്പേസോ ഇതോ നമുക്കില്ല, റൈറ്റ് ഇല്ല. പക്ഷെ എന്താ പറയാ, ഇവർ ഈ പറഞ്ഞ വാദം കേൾക്കുമ്പോൾ അതിൽ ഒരു പോയിന്റ് ശരിയാണെന്ന് എനിക്ക് തോന്നി. അതായത് നമ്മുടെ കേരളത്തിലെ പുരുഷന്മാർ ഭയങ്കരമായി ലൈംഗിക ദാരിദ്ര്യം നേരിടുന്നവരാണ് എന്നൊരു പക്ഷം, അല്ലെങ്കിൽ ആ ഒരു പക്ഷക്കാരിയാണ് ഞാൻ. തീർച്ചയായിട്ടും നമ്മൾ അവരുടെ പ്രവർത്തികളിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വെരി നോർമൽ ആയിട്ടുള്ള, അതായത് ഇപ്പൊ നമ്മള് ഈ ഇപ്പൊ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ അസഭ്യതയോ അശ്ലീലതയോ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ആരെങ്കിലും ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത പല സാധനങ്ങളും അവരതിൽ കാണും, അല്ലെങ്കിൽ ഇതിന് പല മാനങ്ങളും വേറെ കണ്ടുപിടിച്ച് അതിന് വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾക്ക് ഭയങ്കര വൃത്തികെട്ട ഫാന്റസികളൊക്കെ ആ സമയത്ത് ഉണർന്നു വരും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയാ, നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ എന്താ പറയുക, എനിക്ക് എന്നെ മാർക്കറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ശില്പയ്ക്കാണെങ്കിലും ശില്പയുടെ കുറച്ച് കഴിവുകൾ ഉണ്ടാവും, ശില്പയ്ക്ക് ആത്മവിശ്വാസമുള്ള കഴിവുകൾ. അതേപോലെ മറ്റുള്ളവർക്ക് അവരുടെ പക്കൽ എന്താണോ ഉള്ളത് അവരതിനെയാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹണി റോസ് ഒരു പക്ഷെ അവർക്ക് സിനിമയിൽ കാര്യമായി തിളങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവര് എന്താ പറയാ, അവർക്ക് ഇങ്ങനെ എടുത്തു പറയത്തക്ക തരത്തിലുള്ള സിനിമകളൊന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പം അവർക്ക് പിന്നെ ഒരു വരുമാന മാർഗമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ഫീൽഡിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആവാതെ നിൽക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിന് പോകുമ്പോൾ അവരെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം അവരത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അതൊരു തരത്തിലും മറ്റാരെയും ഹാം ചെയ്യുന്നില്ല, ആരെയും ഹനിക്കുന്നില്ല. അപ്പൊ പിന്നെ അവരത് ധരിച്ചോട്ടെ. ഞാൻ പറയട്ടെ, ഹണി റോസ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നു, അല്ലെങ്കിൽ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു, അത് നമ്മുടെ ഈ കേരള സംസ്കാരത്തിന് ചേർന്നതല്ലെങ്കിൽ അതിനെ വിമർശിക്കാം. അല്ലെങ്കിൽ ഓക്കെ, ഇത് പൊട്ട വസ്ത്രമാണ്, അല്ലെങ്കിൽ ഇവർക്ക് അത് ചേരുന്നില്ല, അതല്ലെങ്കിൽ അവരത് ഇട്ടത് ഭയങ്കര വൾഗർ ആയിട്ടുണ്ടെന്ന് പറയേണ്ട രീതികളുണ്ട്. അത് നമ്മളൊരാളെ ഇപ്പൊ ഞാൻ പറയണം, അനുപമ നീ അത് ചെയ്തത് ശരിയായില്ല എന്ന് ഞാൻ അനുപമയോട് ഇങ്ങനെ പറയുന്നതും, അല്ലാതെ നീ എന്ത് പണിയാ കാണിച്ചേ ആ ഒരു രീതിയിൽ അതിനെ വേറൊരു രീതിക്ക് വളച്ചൊടിച്ച് പറയുന്ന രീതികളുണ്ട്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ ഹണി റോസിന്റെ കമന്റുകൾ വരുന്നത്. അതില് ഈ വസ്ത്രം ഈ കുട്ടിക്ക് ചേരില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാന്യമായ ഒരു കമന്റ് ആയിട്ട് കാണാം. പക്ഷെ അതിൽ ഉള്ള അവരുടെ ശരീരഭാഗങ്ങളെ എടുത്ത് അതിനെ എന്താ പറയാ, ഒരു എന്താ പറയാ, ഒരു പീഡനം തന്നെ, സംസാരിച്ചുകൊണ്ട് പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അവരുടെ ഓരോ ബോഡി പാർട്സിനെ കുറിച്ച് സംസാരിക്കുക, അതത്ര എത്രത്തോളം വൾഗറായിട്ടാണ്. വിമർശിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട രീതിയുണ്ട്. നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന മൗലിക അവകാശം തരുന്നതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരെ ഹനിക്കുന്ന രീതിയിൽ വർത്താനം പറയാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അപ്പോ ഇവർ ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ വിമർശിച്ചുകൊള്ളൂ, പക്ഷേ വിമർശിക്കേണ്ട രീതിയിൽ വിമർശിക്കൂ എന്നുള്ളതാണ്. അല്ലാതെ അത്രയും വൾഗറായിട്ട് ഈ ഒരു സ്ത്രീയുടെ ശരീരത്തെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കേണ്ട ആവശ്യകതയില്ല. എത്രയോ കവികൾ സ്ത്രീകളുടെ ശരീരത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. അതൊക്കെ ആരെങ്കിലും വൾഗറാണെന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ മധുരമുള്ള വാക്കുകളിൽ പൊതിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾക്ക് അത് അത്ര വലിയ ക്രൈമായി ഫീൽ ചെയ്യില്ല, ഒഫൻഡഡ് ആവില്ല.
ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് പാട്ടുകളെ അനലൈസ് ചെയ്യുമ്പോൾ എല്ലാം ഡബിൾ മീനിങ്ങിലാണ് പാട്ടുകൾ ഇരിക്കുന്നത് അല്ലെ. ആ പാട്ടുകളെയൊക്കെ നമ്മൾ അയ്യേ ഇത് എന്താന്ന് പറഞ്ഞിട്ട് ഇത് എഴുതിയ ആൾക്കെതിരെ പരാതി കൊടുക്കാൻ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകളുടെ മാനത്തെ അത് അപമാനിക്കുകയാണ് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന്റെ താഴെ വരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹളം വെക്കുന്നുണ്ടോ? ഇല്ല. അത് പറയേണ്ട രീതിയിൽ പറയുന്നതിനെയാണ്. അല്ലാതെ ചില ആൾക്കാരുടെ ഭാഷയാണ് പ്രശ്നം. ബോച്ചെ പറഞ്ഞതാണെങ്കിലും ബോച്ചെ പറഞ്ഞ രീതിക്കാണ് പ്രശ്നം. അതിന് അദ്ദേഹം ഇപ്പോഴും അതിൽ തൂങ്ങുകയാണെന്നുള്ളതാണ് വേറെ. ഞാൻ അദ്ദേഹം ഒരു ചാനലിൽ കൊടുത്ത ബൈറ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ കുന്തി ദേവി ഏതോ സീരിയലിൽ ഉണ്ടായിരുന്ന കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ കാണാൻ ഇരിക്കുന്നത് പോലെ അതിൽ അഭിനയിച്ച നടിയെ പോലെ തന്നെയാണ് ഹണി റോസ് ഇരിക്കുന്നത്. അതിനെയാണ് ഉദ്ദേശിച്ചത്. സീരിയസ്ലി സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഇതിൽ അന്തസ്. അതെ, അതിൽ ആ ആങ്കർ ചോദിക്കുന്നുണ്ട് അത് ഏത് നടിയാണ്. അത് കളി അറിയത്തില്ല, സീരിയലും അറിയത്തില്ല, നടിയെയും അറിയത്തില്ല, വേറെ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു നടിയുണ്ട്, അത് കുന്തി ദേവി ആണെന്ന് അവർക്ക് എന്താണ് ഉറപ്പ്? അറിയില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് അതിനെ ഒരു എക്സ്ക്യൂസ് ആക്കി മാറി. കാരണം അദ്ദേഹം ഒരിക്കലും വിചാരിച്ചു കാണില്ല അത് ഇത്രത്തോളം അറ്റത്തേക്ക് എത്തിപ്പെടുമെന്നും അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു പ്രശ്നമായി മാറുമെന്നും അദ്ദേഹം വിചാരിച്ചു കാണില്ല. പക്ഷേ അത് ആ സമയത്ത് പിന്നെ എങ്ങനെയെങ്കിലും കടന്ന് ഊരി വരണം. ആ ഒരു രീതിക്കാണ് നമ്മുടെ സഭ്യമായ ഭാഷ. അതാണ് അല്ലെ, നമുക്ക് വിമർശിക്കാൻ. ഇപ്പൊ ശില്പ പറഞ്ഞ പോലെ നമുക്ക് വിമർശിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതിന് ഈ പറയുന്ന പോലെ സഭ്യമായ ഭാഷ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ആക്രമിക്കാൻ പോണ്ട കാര്യമില്ല. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഹണി റോസ് എന്തോ വസ്ത്രം ധരിക്കട്ടെ, ഇനി വസ്ത്രം ധരിക്കാതിരുന്നാലും നമുക്ക് അവിടെ പോയി നമ്മുടെ എന്താ പറയാ പറയണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല എന്നുള്ള വേറെ വിഷയമാണ്. അപ്പൊ ഇനിയിപ്പോ പറയാൻ മുട്ടുകയാണെങ്കിൽ തന്നെ അവിടെ പോയി അവനവന്റെ അഭിപ്രായം വളരെ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തി തിരിച്ചു പോരാലോ. എന്തിനാണ് അവർക്കെതിരെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക, ഹിറ്റ് ക്യാമ്പയിൻ പോലെ, അല്ലെങ്കിൽ അവരെ ആക്രമിച്ച് അവരെ വിഷമിപ്പിച്ച് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതിന് തുല്യമാക്കുന്നതിന്റെ ഹണി റോസിനെതിരെ എത്രയോ പേർ എന്ന് പറഞ്ഞാൽ അത്രയും പേർ കടന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പോസ്റ്റുകൾ നമുക്ക് പല സൈറ്റുകളിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പല പേജുകളിൽ നമുക്ക് പല ക്യാപ്ഷനോട് കൂടി കാണാൻ സാധിക്കും. ലൈക്ക് ലിറ്ററലി ഭയങ്കര ഒത്തന്റിക് ആയ പേജുകളിൽ വരെ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ചില ആളുകൾക്കെതിരെ മാത്രം ഹണി റോസ് പരാതി നൽകുന്നത്? അത് അവരെ അത്രത്തോളം ബാധിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ബോച്ചയോട് അവർക്ക് വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ കൊടുത്ത കംപ്ലൈന്റ് അല്ല. ബോച്ചയുമായി അവർ സന്തോഷത്തോടെ നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് അവരെ അത്രത്തോളം വിഷമിപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്തത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് കൊടുക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഹണി റോസിന്റെ ആദ്യത്തെ പോസ്റ്റിൽ പറയുന്നുണ്ട് ഇത്തരം കമന്റുകളെ ഞാൻ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുകയാണ് ചെയ്യാറുള്ളത്. കൃത്യമായി ഹണി റോസ് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു പരിധി വിടുമ്പോൾ ആർക്കും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് ഹണി റോസിനായാലും മറ്റാർക്കായാലും, ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എനിക്കൊരു ഗൃഹലക്ഷ്മിയുടെ എന്തൊരു ഭാഗമായിട്ട് ഉള്ള ഒരു ഫോട്ടോ ആണ്. ഗൃഹലക്ഷ്മിയുടെ ലോഗോ ഒക്കെ ഉണ്ട്. അദ്ദേഹം ഒരു കോട്ടും സ്യൂട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. എനിക്കൊന്ന് ഈ ED പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോസ്റ്ററാണ് ആ ഫോട്ടോയില് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഈ ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ കാണാൻ വഴിയാവുന്നത് വേറൊരു പോസ്റ്റ് കണ്ടിട്ടാണ്. ഈ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും വ്യത്യാസം അറിയണമെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഈ പോസ്റ്റില് 2 മീഡിയത്തിലുള്ള കമന്റുകൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അതെനിക്കൊരു ക്യൂരിയസ് ആയി തോന്നി. ഞാൻ സുരാജിന്റെ ഫേസ്ബുക്ക് എടുത്തിട്ട് അതിലെ കമന്റ്സ് വായിച്ചു നോക്കുമ്പോ ആ എയർ അങ്ങോട്ട് വിട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ, വയസ്സായില്ലേ, വീട്ടിൽ എന്നുവെച്ചാൽ അദ്ദേഹത്തെയും ബോഡി ആണാണ് അയാൾ അല്ലെ. സ്ത്രീ മാത്രമല്ല, പുരുഷന്മാരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വളരെ എന്താ പറയാ, ഇവിടെ ആ ഒരു നല്ല ഫോട്ടോയെ നല്ല ഫോട്ടോയാണെന്ന് പറയണ്ട, മിണ്ടാതിരുന്നാ മതി. പക്ഷെ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അദ്ദേഹം എയർ പിടിച്ച് ഫോട്ടോ എടുക്കണോ, എയർ പിടിക്കാണ്ട് ഫോട്ടോ എടുക്കണോ, അതൊക്കെ അയാളുടെ ഇഷ്ടമാണ്. വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയോ എനിക്കറിയില്ല. ഇവരൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് നോക്കുമ്പോൾ എനിക്കൊണ്ട് എന്നെ പോലെ ഈ കമന്റ് കണ്ട് വന്നവരായിരിക്കും കൂടുതൽ. അതാണ് അതിൽ ഏറ്റവും കൂടുതലുള്ള കമന്റുകൾ. പിന്നെ ഒരുപാട് പേര് പെട്ടെന്ന് കണ്ടപ്പോൾ മമ്മൂക്കയാണെന്ന് തോന്നി. കാരണം അദ്ദേഹത്തിന്റെ ബോഡി അത്രത്തോളം ഫിറ്റ് ആയിട്ടാണ് ആ ഫോട്ടോയിൽ ഇരിക്കുന്നത്. മമ്മൂക്കയാണെന്ന് തോന്നി, നല്ല രസമുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരുപാട് പേര് അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഈ സംസാരിക്കുന്ന രീതി അത് ഈ ആളുകളുടെ പ്രശ്നമാണ്. ഒരാളുടെ ആത്മവിശ്വാസത്തെ പരിപൂർണമായ രീതിയിൽ ഉടച്ചു കളയാൻ വേണ്ടി ഇത്തരം കമന്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോ ശില്പ പറഞ്ഞ പോലെ ആണായാലും പെണ്ണായാലും അവിടെ ഇപ്പൊ ഒരു പുതിയൊരു എന്താ പറയാ ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടല്ലോ കോടതിയിൽ. അതായത് ഒരു സ്ത്രീയുടെ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ലൈംഗിക അതിക്രമത്തിന് പരിധിയിൽ വരും. നമ്മളൊരു പുരുഷന്റെ ഏതെങ്കിലും ഒരു അവയവത്തെ കുറിച്ചോ അല്ലെങ്കിൽ പുരുഷന്റെ ആകാരവടിവിനെ കുറിച്ചോ നമ്മൾ കുറച്ച് എന്താ പറയാ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ സംസാരിച്ചു എന്നിരിക്കട്ടെ. ഇപ്പൊ സ്ത്രീകൾ
എന്താ അന്നനട അല്ലെങ്കിൽ അവരുടെ ഇന്ന അവയവം ഇത്ര ഭംഗിയ അല്ലെങ്കിൽ അങ്ങനെയെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ പുരുഷന്മാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് വേണ്ടി ആരും ഇല്ലേ ചോദിക്കാനായിട്ട്? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കോടതികൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിൽ മെയിൻ റീസൺ പുരുഷന്മാർക്കെതിരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അത് പറയാതിരിക്കില്ല. അല്ല, അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് കോടതി അതിനെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. കോടതിയെ സംബന്ധിച്ച് ഒരാളുടെ വിഷയമല്ല, ഒരു പൊതു സമൂഹത്തിന്റെ പ്രശ്നമാണ്. ഇതൊരു ആവശ്യമായി ഉന്നയിച്ച് കഴിഞ്ഞാൽ മേ ബി കോടതിക്ക് അത് അംഗീകരിക്കുകയേ വഴിയുള്ളൂ. കാരണം ഈ നിയമത്തിന് മുൻപിൽ ആണും പെണ്ണും ഇല്ലല്ലോ, മനുഷ്യരാണ് രണ്ടുപേരും, സിറ്റിസൺസ് ആണ്. അപ്പോ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അത് ആ വിധി വന്നിരിക്കുന്നത് ഒരു ഇതുപോലെ തന്നെ ഒരു പരാതിയുടെ പുറത്താണ്. ഒരു സ്ത്രീ നൽകിയ ഒരു KCB ഉദ്യോഗസ്ഥന് അവരെ ഇത്തരത്തിലെ അവരുടെ സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിച്ചു എന്നും ഇത് KCBയിൽ കംപ്ലൈന്റ് കൊടുത്ത അയാളെ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ സ്ത്രീക്ക് ദിനംതരം അസഭ്യമായ മെസ്സേജുകൾ, ലൈംഗികമായുള്ള സന്ദേശങ്ങളെല്ലാം അയച്ചു എന്ന് പറഞ്ഞുള്ള ഒരു പരാതിയുടെ പുറത്താണ് ആ വിധി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ പുരുഷന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും കോടതികൾ ഇടപെടും എന്നുള്ളതാണ്. കാരണം ആണും പെണ്ണും രണ്ടല്ലല്ലോ, രണ്ടാണ്, എന്നാലും അവർ രണ്ടുപേരും സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോമൺ ടാഗിൽ വരുന്നവരാണല്ലോ.